ഞാൻ പണ്ടമേടുകാരനും ഒരു കുഗ്രാമക്കാരനായിട്ടാണ് വന്നെങ്കിലും ഇടയ്ക്ക് എനിക്കൊരു ഞാൻ പറയുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരുന്നു. പണ്ടമേട്ടിനും എറണാകുളത്തിനും ഇടയ്ക്ക് എനിക്ക് എസ് ബി കോളേജ് ഉണ്ടായിരുന്നു. പണ്ടമേട്ടിൽ നമ്മൾ ജനിച്ചുകൊണ്ട് അറിയാമല്ലോ അവിടുത്തെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ. അവിടുന്ന് ഞാൻ വന്നിട്ട് എസ് ബി കോളേജിൽ നിന്ന് ആക്ച്വലി ഒരു എസ് ബി പ്രോഡക്റ്റായിട്ട് ബെർഗ്മാനായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ എന്താ പറയുക ആഴ്വാഞ്ചാരി തമ്പുരാക്കന്മാരുടെ പോലെ ഇവിടെ വരുമ്പോൾ ഒരു അക്സെപ്റ്റൻസും നമ്മുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചു. അങ്ങനെ ആൽബർട്ട്സിൽ വന്നു. 80 വരുന്നത്. 80 കണ്ടിന്യൂ ചെയ്തിരുന്നു. അതിൽ ഞാൻ എൻ്റെ കുടുംബം പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫ് റോസി മാത്യു, പുള്ളിക്കാരി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പർഡിനൻ്റായിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അവർ പാമ്പാടി കുറ്റിക്കൽ എന്ന് പറയും നമ്മുടെ ഒരു ഇതിനൊക്കെയാണ്. റോസിയുടെ ഫാദർ ആൻഡ്രസ്റ്റർ പ്രൊഫസറായിരുന്നു കെ മാത്യു. സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫൗണ്ടർ ഇവിടുത്തെ പിന്നെ HOD ആയിരുന്നു എൻ്റെ ഫാദർ പ്രൊഫസർ കെ മാത്യു. പിന്നെ റോസി, അവർ രണ്ടുപേരും, റോസിയുടെ ബ്രദർ UK റോസി. പിന്നെ എനിക്ക് 2 മക്കളാണ്. റോഷ്നി മൂത്തത്, പിന്നെ ജേക്കബ് ചാക്കോത്തിനുണ്ടാകുന്നത്. അപ്പോൾ 2 പേരും അവർ MS ചെയ്ത് US ജേക്കബ് UMass ബോസ്റ്റൺ, അവിടെ നിന്നാണ് പിന്നെ MS കമ്പ്യൂട്ടർ സയൻസ്. റോഷ്നി സിമൻസ് കോളേജിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ്. റോഷ്നിയുടെ ഹസ്ബൻഡ് അവർ 2 പേരും അവിടെ മാൾട്ടണിലുണ്ടായിരുന്നു, ബോസ്റ്റണിൽ. അവർ പക്ഷേ ആഫ്റ്റർ 15 years they took a bold decision. അവർക്ക് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. 2ാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ അവർക്ക് ഹാപ്പിക്കാം ഇവിടെ ഉണ്ട്. മോൻ അവിടെ തന്നെയാണ് ബോസ്റ്റൺ. മോൻ്റെ വൈഫും അപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ PG ഇൻ കമ്പ്യൂട്ടർ സയൻസ്. മോനെ ഇൻഫോസിലായിരുന്നു, ഡോക്ടർ ലോ ഇൻഫോസിലായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് പോയി അവിടെ PG ചെയ്ത് അവിടെ തന്നെ ജോലി ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നതാണ്. അപ്പം മിസ്റ്റർ ഉമ്മൻ അറിയാം അവിടെ ഇരിപ്പുണ്ട്. അതാണ് എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത്, കൊച്ചി ലൈഫ് എന്ന് പറയുന്നത് ഈസ് ബേസിക്കലി ഒരു ബിസിനസ് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് സിറ്റിയാണ്. ബട്ട് സ്റ്റിൽ അക്കാഡമിക്സ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും അക്കാഡമിക്സിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു സ്ഥാപനമാണ്. ഇവിടെ തന്നെ അത് തമാശ. ഇപ്പം ഈ റോഡിൽ തന്നെ നടക്കാൻ പോകുമ്പോൾ തന്നെ 4 SB കാരുണ്ട്. 4 SB 2 ഒരു ജന്മക്കാരാണ്. ഒറ്റപ്പുറത്തൊരു പെട്രോൾ നഷ്ടമുണ്ടാവും. അവിടെ ജന്മക്കാരെ തിരുവല്ലക്കാരാണ്. അത് ജന്മക്കാർ തിരുവല്ലക്കാരിൽ ഒരു 4% SB കൂടെ പഠിച്ചിട്ടുണ്ട്. ഈ റോഡിൽ, ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ തന്നെ സെൻറ്റ് ബെർണാർഡ്സ് കോളേജിൽ പഠിച്ചത് 4% വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തു. അപ്പോൾ പണ്ട് തോമസ് രവി പറയായിരുന്നു, എറണാകുളത്ത് ആദ്യകാലത്ത് വരുമ്പോൾ ഏതെങ്കിലും ഓഫീസിൽ നോക്കും, അല്ലെങ്കിൽ ചോദിക്കും ഇവിടെ SB കൂടെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ ചോദിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റുമായിട്ട് പറഞ്ഞു. തോമസ് രവി എന്ന് പറയുന്നത് മനോരമയുടെ സർക്കുലേഷൻ മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ്. സർക്കുലേഷൻ സീനിയർ ഡയറക്ടർ ചെയ്തതാണ്. പുള്ളിയായിരുന്നു ദുഷ്യന്തൻ. നമ്മുടെ ആദ്യത്തെ ശാന്തം നടക്കുന്ന ദുഷ്യന്തൻ. അതുകൊണ്ടോ വശമുണ്ടായി. ഈ ശാന്തം നടക്കുന്ന ദുഷ്യന്തന് മറ്റത് ശകുന്തള ഒരു ഔസമത്തിലായിരുന്നു. ഔസമത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൺസൾട്ട് ആന്ധ്രപ്രദേശ്. അപ്പം ഈ ശകുന്തളയും ദുഷ്യന്തനും കണ്ടുമുട്ടിയ സാഹചര്യം ഉണ്ടായി. ഇവര് നാടകം കഴിഞ്ഞൊക്കെ പിരിഞ്ഞു പോയി. അറിയത്തില്ല, ആരും അറിയത്തില്ല. നമ്മുടെ ഇവിടെ ആദ്യത്തെ SB കോളേജ് അണിപുരി ഫംഗ്ഷൻ വന്നപ്പോഴാണ് ഇവർ 2ാമത് കണ്ടുമുട്ടത്. അവിടെ എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്. അപ്പം ഞാനാ വിളിക്കൊണ്ട് വന്നത്. ഞാൻ പറഞ്ഞു, സുമിത ആ പുള്ളിയെ അറിയോ? രവിയല്ലേ? അതെ, രവിയല്ലല്ലോ. ഇവിടെ തന്നെ ദുഷ്യന്തൻ. ശരി. പിന്നെ സിബി മലയിൽ നമ്മുടെ എല്ലാ ഫംഗ്ഷനും വരും. സംവിധായകരുണ്ടല്ലോ സിബി മലയിൽ. ഞങ്ങളൊരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. പിന്നെ പോലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇവിടെ ഇപ്പം ഫേമസ് ഈസ് ഓൾസോ അലമിനെയാണ്. ഒത്തിരി പ്രഗത്ഭരുണ്ട്. നവാസ് മീരാൻ നമ്മുടെ ഇതല്ലേ, അതുപോലെ കരിപ്പൗഡറിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ സ്ഥലത്ത് ഇൻഡസ്ട്രീസ്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇവിടെ ഈ എറണാകുളം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഈ റീറ്റെയിൽ ക്രോക്കറീസ് ഇരിക്കുന്നു. നോട്ട എന്നുള്ള പ്രോഡക്റ്റിൻ്റെ അത് അവരിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൻ്റെ ഉടമസ്ഥൻ കൊട്ടാരം. അവർ 4 പേര് കൂടെ പഠിച്ചതാണ്. 4 പേര് SB കോളേജിലാണ്. പിന്നെ വേറെ ഉണ്ട് റെന്നി കേട്ടിട്ടുണ്ടോ? ചേട്ടൻ കൊണ്ടല്ല. റെന്നിയാണ് ഈ കൊക്കോ ബീനിനുള്ള ഒരു പ്രോഡക്റ്റ് പുള്ളിയുടെ. വോൾ ഫ്രെയിംസ് ഉണ്ട് പുള്ളി. നടക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് നമ്മുടെ ചാർട്ടർ അക്കൗണ്ട്സ് ഒരുപാട് വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ലീഡിംഗ് ചാർട്ടർ അക്കൗണ്ട്സ് ഇൻ കൊച്ചിൻ സിറ്റി, many are from SB കോളേജ്. EC ജെയിംസ്,
പിന്നെ ഇൻകാച്ചിൽ നമ്മൾ അത് ജോസഫ് തോമസ്, 2 ജോസഫ് തോമസ് വരെ, MC ജോസഫ്, ഇതൊക്കെ എസ് ബി കോളേജാണ്. ഡോക്ടേഴ്സ് ഒത്തിരി പേരുണ്ട്, എല്ലാ ഫീൽഡിലും മനുഷ്യപ്പെടുത്തി. അതുപോലെ ഇവിടെ ഇൻകം ടാക്സ് കമ്മീഷണേഴ്സ് വരുന്നുണ്ട്, 2 പേരിവിടെ ഉണ്ടായിരുന്നു. മാധവൻ നായർ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും. ഞാനിപ്പോൾ മാധവൻ നായരുടെ വർക്കാക്കാർക്ക് അദ്ദേഹത്തെ വർക്കാക്കാരും ഞാൻ എൻ്റെ ഓർമ്മയാണ്. അതായത് അത് അവിടുത്തെ കേസുകാരനാണ്, കേസുകാരനാണ്. അദ്ദേഹം സൈക്കിളിലാണ് വരുന്നത്. ഒരുപാട് സീനിയറാണ്, നമ്മളൊക്കെ കൂടെ പോയിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തെ സൈക്കിൾ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു പേര് ഏതോ KC-യിലെ ഒരാളാണ്. കോളേജിൽ ഏറ്റവും മുകളിൽ കൊടുക്കുന്ന ആളുണ്ട്. നമ്മളെല്ലാം ചിരിക്കാം. നമുക്ക് എന്തിനാണ് അദ്ദേഹം ഇവിടുത്തെ ചീഫ് കമ്മീഷണറാണ്. ഇവിടുത്തെ മാത്രമല്ല, ഇവർക്ക് ബോർഡ് മെമ്പറാണ് മാധവൻ. അതിൻ്റെ കൂടെയുള്ള ലൂയിസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ആയിട്ട് ഞാൻ കണക്ഷൻ ഉണ്ട്. നമ്മുടെ ജസ്റ്റിസ് രവികുമാർ, ജസ്റ്റിസ് സുപ്രീം കോടതി റിപ്പയർ ചെയ്തില്ല, അതൊക്കെ നമ്മളവിടെ പഠിക്കാറുണ്ട്. പിന്നെ പിന്നെ so many justices we have a good connection, contact with them. എല്ലാം വിളിച്ചാൽ വരാറുണ്ട്. എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മയില്ല. നഗരത്തിൽ പല മേഖലകളിൽ SB കോളേജുകാർക്ക് നല്ല പോലെ their own position, their own acceptance in various fields. അതാണ് വളരെ വ്യത്യസ്തമായ ഫീൽഡുകളാണ്. അധ്യാപകർ, ഡോക്ടേഴ്സ്, പ്രിൻസ്, ജസ്റ്റിസ്, അഡ്വക്കേറ്റ്സ്, എല്ലാ മേഖലകളിലാണ്. താങ്ക് യു സോ മച്ച് സാറിൻ്റെ അഭിമുഖം. സത്യത്തിൽ ഞാനൊരു സ്റ്റുഡൻറ്റും ടീച്ചറും ഇരിക്കുന്ന അതേ ലെവലിലാണ് ഞാൻ അനുഭവപ്പെടുന്നത്. ഞാൻ സ്റ്റുഡൻ്റായിട്ട് സാർ അതേ രീതിയിലാണ് ആക്ഷൻ സംസാരിച്ചത്. വളരെ വളരെ സന്തോഷം. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. സാറിനെ കണ്ടുമുട്ടിയതിൽ അതീവ SB കോളേജ് സാറിൻ്റെ പേര് ഒന്നുകൂടെ ഒന്ന് ടോട്ടൽ എന്ന് പറയാം. എൻ്റെ പേര് റോബിൻസ് ജേക്കബ്. റോബിൻസ് MA. എൻ്റെ